ചിന്നക്കനാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രക്ഷകനെ മന്ത്രി മോൻസ് ജോസഫ് സന്ദർശിച്ചു. കാട്ടാന ആക്രമണത്തിൽ പരിക്കുപറ്റിയ കുട്ടികളുടെ പഠന ചെലവും ചികിത്സാ ചെലവുകളും ഏറ്റെടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ തുടർ പുനരധിവാസ കാര്യങ്ങൾ മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയുമായും ആലോചിച്ച് തീരുമാനിക്കും. കുട്ടിയുടെ പിതാവ് മുൻപ് തന്നെ മരണപ്പെട്ടിട്ടുള്ളതും ഇപ്പോൾ മാതാവും കൂടി കൊല്ലപ്പെട്ട സ്ഥിതിക്ക് കുട്ടികളുടെ സംരക്ഷണം പൂർണ്ണമായും സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ആഘാതത്തിൽ ആ കുട്ടിയുടെ മനസ്സ് തളർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആളുടെ ഒരു മാനസികമായ ഒരു ആരോഗ്യം തിരിച്ചു കിട്ടിയതായിട്ട് നമുക്കൊരു പറയാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. പക്ഷേ ആശാവഹമായിട്ടുള്ള ഒരു കാര്യം, ഇന്ന് രാവിലെ ആള് ഇഡ്ഡലി കഴിച്ചു, ഉച്ചയ്ക്ക് അല്പം ചോറ് കഴിച്ചു, അതാദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇന്ന് കുട്ടിയുടെ ഉണ്ടായതായിട്ടാണ് ഒരു കൂട്ടിരിപ്പിനുള്ള ബന്ധുക്കൾ പറഞ്ഞത്. പിന്നെ ഇപ്പം ഞങ്ങൾ നോക്കിയപ്പം നമ്മുടെ സൂപ്രണ്ട് ഡോക്ടർ ടിജിയും പ്രിൻസിപ്പൽ ഡോക്ടർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവർക്കൊരു കൊച്ചിൻ്റെ മാനസികമായ ഒരു ആരോഗ്യം കൂടി നമുക്ക് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൈക്കാട്രിക് ചീഫിനെ ഇപ്പോൾ ആ കാര്യത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂണിറ്റും പ്രത്യേകമായി ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് കുട്ടിയുടെ ആയിട്ട് സംസാരിക്കില്ല, ആ ഒരു ടെസ്റ്റിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. കുട്ടിക്കുണ്ടായ മാനസിക വിഷമം മാറാൻ സൈക്യാട്രി വിഭാഗം മേധാവിയുടെ വേണ്ട ചികിത്സ നൽകാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി.ജി. തോമസ് ജേക്കബിന് നിർദ്ദേശം നൽകി. മന്ത്രി മോൻസ് ജോസഫിനൊപ്പം നാട്ടകം സുരേഷ് MLA, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി.ജി. തോമസ് ജേക്കബ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി. പുന്നൂസ്, മെഡിക്കൽ കോളേജ് RMO ഡോക്ടർ സാം മാമൻ, കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കൽ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.